ഹലോ. ഓ എവിടെ തന്നെ പരടിപ്പ് നടക്കും. സ്വാതന്ത്ര്യം സമയം 12 മണിയല്ലേ? ഞാൻ അവിടെ തന്നെ കുഴിച്ചിടാം കേട്ടോ. നമ്മൾ അന്ന് ഫോട്ടോ ചെയ്ത അടുത്ത് തന്നെ. ഓക്കെ. ഇപ്പം റെഡിയാണ് കേട്ടോ. അവിടെ പുല്ലിട്ടിട്ടുണ്ട്. ഓ ഞാൻ അവിടെ ഈ സമയം പറയണം കേട്ടോ. സമയം പറയണേ. ഓക്കെ. ഹലോ, ഞാൻ വെച്ചിട്ടുണ്ട്. എത്ര മണി? വരുന്നുണ്ട്. വണ്ടി വരുന്നുണ്ട്. 3 ഉണ്ട് കേട്ടാ. ആർമിക്കാരെല്ലാം ഉണ്ട്. പറയടാ. നാളെ കറക്റ്റ് അവിടെ തന്നെ. വണ്ടി പാർക്ക് ചെയ്യുന്നല്ല, വണ്ടി കയറ്റി എതിലേ പോകണം. വളവാണ്, അതിലേ വണ്ടിക്ക് പോകാൻ പറ്റും. ഇപ്പുറത്തൊക്കെ നാശമായി കിടക്കാൻ ഞാൻ അവിടെയൊക്കെ ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. വരുന്നുണ്ട്. ഫസ്റ്റ് കറക്റ്റ് ടൈമിങ് തന്നെ വെച്ചേക്കണത്. നിൽക്കിയാൽ മതിയെന്ന് എൻ്റെ സാന്നിധ്യമുണ്ട്. ഉണ്ട് 3 വണ്ടി. 3 എല്ലാത്തിനും ഈ സ്വാതന്ത്ര്യത്തിന് പൊട്ടി തെറിപ്പിക്കണം. എൻ്റെ ദൗത്യം ഞാൻ ഇവിടെ. അപ്പോൾ ആ വിജയത്തിൻ്റെ തുടക്കം തുടങ്ങി. നാളെ തൊട്ട് അവിടെ ദുഃഖമായിരിക്കും അവരെ രാജ്യം. പാട്ട റെഡി? 1 ഒന്ന് പോയി ചാർജില്ലേ? ഒരു വണ്ടി അങ്ങ് പോയി. മറ്റേ എടുക്കട്ടാ. 3 വണ്ടി ഉണ്ട് കേട്ടോ. ആർമിക്കാർ മൊത്തം എല്ലാം ഉണ്ട്. എടുക്കട്ടോ. കമ്പളൻ്റെ വണ്ടി 2ാമത്തെ വണ്ടി കയറിപ്പോയി. കമ്പളൻ്റെ കേട്ടോ. ഞാൻ ഒന്ന് നോക്കട്ടെ. സൺ ടിവിയുടെ റിമോട്ട് എടുത്തുകൊണ്ട് വന്നിരിക്കുന്നു. മൂത്തിരുന്ന് സീരിയലുണ്ട്. ഹലോ. വെച്ചതിൽ വെള്ളം കയറിപ്പോയി. അവരൊക്കെ പോയി. ഞാൻ പയ്യെ അങ്ങ് വരാം കേട്ടോ. വേഗം വൃത്തിയാക്ക്. സ്വതന്ത്രമായിട്ട് കൊടി കുത്തോളേ. വേഗം വൃത്തിയാക്കടാ. കുത്തണം. ഇവിടെ നല്ല വെട്ടമെങ്കിലുണ്ട്. നമുക്ക് ഇവിടെ തന്നെ കൊടി കുത്താല്ലേ? പിള്ളേർ വരും. അവിടെ കുടി കിട്ടുന്നുണ്ട്. എങ്ങനെ അങ്ങ് പോകും? കൂളായിട്ടങ്ങ് പോവാം. കഥകളി ഉണ്ടായിരുന്നു അവിടെ. എവിടെ പോണു? അവിടെ ഫ്ലെക്സ് കടയിൽ അടിക്കാൻ കൊടുത്തേക്കണ്. എന്റെ ഫ്ലെക്സ് സ്വാതന്ത്ര്യത്തിന്റെ അത് മേടിക്കാൻ പോണു. പോട്ടാ. നിങ്ങള് കൊടി കെട്ടില്ലേ? മറ്റേ പട്ടണക്കാരെല്ലാം പോയല്ലേ? ഇല്ലല്ലോ. ഒരു വണ്ടി ഇല്ലല്ലേ? ഓക്കെ. ഹലോ. അവിടെ എന്നെ പിടിച്ചടാ. എന്നെ അവിടുത്തെ പിള്ളേർ പിടിച്ച്. അപ്പം ഞാൻ പറഞ്ഞ് ഫ്ലെക്സ് അടിക്കാൻ പോകണമെന്ന് പറഞ്ഞ് പയ്യപ്പടിയായി. ഇതാ കിളവി എടുത്ത് വെച്ചിരുന്നടാ. അവർ ആ സീരിയലിനായിട്ട് മൂത്തിരുന്നപ്പോൾ ഞാൻ പോയിരുന്ന് കണ്ട്.
ആ റിമോട്ട് എടുത്തുകൊണ്ട് ഞാൻ വന്നു. എത്ര വട്ടം നെക്കി തരാം, നെക്കി എനിക്കൊന്നും ചാർജ് ഇല്ലെന്ന് പറഞ്ഞു വിചാരിച്ച് നോക്കിയപ്പോൾ സൺ ടി വിയിലെ തലയ്ക്ക് ആ കിളവി വന്ന് കയറിയപ്പോൾ മനസ്സിലായി അത് ഞാൻ സീരിയലിന് അടിമായി പോകുന്നു. ഇനി കുഴപ്പമില്ല, ബോംബോട്ട് ഇട്ടേക്കാണ്. എടുക്കണമെന്നാ എന്ത്? ആ അത് ഒന്നേ ഉള്ളല്ലേ, അടുത്ത വർഷത്തേക്ക് ഞാൻ അടുത്തോളാം. ഞാൻ കിളവി ആ റിമോട്ട് വെച്ചോണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ ആ മൂത്ത് അവിടെ പയ്യന്മാർ മാറി കേട്ടോടാ. അമ്മര് കൊടി എന്തര് ഒരു വണ്ടി വരും, ഞാൻ മാറിയിരിക്കാം. അത് ഇവിടുത്തെ മറ്റേ അവിടുത്തെ ആരോട്ടാണ് കേട്ടോ. പയ്യന്മാർ പോയി, ആ പയ്യന്മാർ ഇപ്പോൾ വീട്ടിലേക്ക് പോയി, വൃത്തിയാക്കിയിട്ട് പോയിരിക്കുന്നു. ഞാൻ എടുക്കാം. ഇരുന്നറ അവർ. നോക്ക്, ഞാൻ സീരിയൽ ഇട്ടുണ്ട്. ഞാൻ പടം കണ്ടുകൊണ്ടിരിക്കുകയാണ്, ഹിന്ദി പടം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇവർ വന്ന് റിമോട്ട് അങ്ങ് മേടിച്ചു. റിമോട്ട് മാറിക്കൂടെ, അവരെ കയ്യിരിക്കുകയാണ്. എന്തായാലും ഞാൻ അതിൻ്റെ വെച്ചിട്ടുണ്ടേ. ഓക്കെ പഴയ വണ്ടി അവിടെ ഉണ്ടല്ലോ. ഞാൻ അതുവഴി മരക്കൻ്റെ ഇടയിൽ കൂടെ കേട്ടോ, അതിലെന്ന് പറഞ്ഞു കേട്ടോ, നമ്മൾ വന്ന റബ്ബറും കടി കൂടെ. അമ്പലത്തിലേക്കോ? അതൊരു നല്ല കാര്യമല്ലേ? പ്രത്യേകം പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. വേണോ മോളെ അനുഭവമേ? അതിന്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല.